കൂട്ടുകാർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ വീഡിയോയിൽ നമുക്ക് ദാനിയേൽ പ്രവാചകന്റെ ചരിത്രം നോക്കാം. ദാനിയേൽ എന്ന പേരിൻ്റെ അർത്ഥം ദൈവമെൻ്റെ ന്യായാധിപതി. ദാനിയേൽ പ്രവചനത്തിൻ്റെ കർത്താവ് ദാനിയേലാണ്. ദാനിയേൽ പ്രവാചകന്റെ മാതാപിതാക്കളെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ഒരറിവുമില്ല. രാജകുടുംബത്തിലോ പ്രഭു കുടുംബത്തിലോ ജനിച്ചിരിക്കാം. യഹൂദ രാജാവായ യഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ 3-ാം വർഷത്തിൽ ദാനിയേലിനെയും കൂട്ടരെയും ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ബദ്ധരാക്കി കൊണ്ടുപോയി. അന്ന് ദാനിയേൽ വളരെ ചെറുപ്പമായിരുന്നു. ഇസ്രായേലിയരിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വച്ച് അംഗഭംഗം ഇല്ലാത്തതും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും യോഗ്യന്മാരുമായ ചില ബാലന്മാരെ തിരഞ്ഞെടുത്ത് കൽദയ ഭാഷയും വിദ്യയും അഭ്യസിപ്പിച്ചു. ആ കൂട്ടത്തിൽ ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസരിയാവ് എന്നിവർ ഉണ്ടായിരുന്നു. ഷണ്ഡാധിപൻ ദാനിയേലിന് ബെൽഷസ്സർ എന്ന പേര് നൽകി. ദാനിയേലും കൂട്ടരും ഭക്ഷണ സംബന്ധമായ ന്യായപ്രമാണ കൽപ്പന ലംഘിക്കാതിരിക്കുവാൻ ശ്രമിച്ചു. അവർ രാജഭോജനം കൊണ്ട് മലിനപ്പെടാതെ തങ്ങളെ തന്നെ കാത്തു സൂക്ഷിച്ചു. 10 ദിവസത്തെ പരീക്ഷണത്തിൽ ശകപദാർത്ഥം കഴിച്ച 4 ബാലന്മാരും രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരെക്കാളും അഴകും മാംസപുഷ്ടിയും ഉള്ളവരായി കാണപ്പെട്ടു. ദാനിയേൽ ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും വിവേചിക്കുവാൻ കഴിവുള്ളവനായി തീർന്നു. 3 വർഷത്തെ പരിശീലനത്തിന് ശേഷം 4 പേരെയും രാജസന്നിധിയിൽ കൊണ്ടുവന്നു. സംതൃപ്തനായ നെബൂഖദ്നേസർ അവരെ രാജസന്നിധിയിൽ ശുശ്രൂഷയ്ക്ക് നിയമിച്ചു. നെബൂഖദ്നേസറിൻ്റെ വാഴ്ചയുടെ 2-ാം വർഷത്തിൽ രാജാവ് ഒരു സ്വപ്നം കണ്ടു വ്യാകുലപ്പെട്ടു. രാജാവിന് സ്വപ്നം ഓർക്കുവാൻ കഴിഞ്ഞില്ല. ബാബേലിലെ വിദ്വാൻമാരിൽ ആർക്കും രാജാവിൻ്റെ സ്വപ്നവും അർത്ഥവും പറയുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ദാനിയേൽ രാജാവിന് സ്വപ്നവും അർത്ഥവും വെളിപ്പെടുത്തി കൊടുത്തു. സംപ്രീതനായ രാജാവ് ദാനിയേലിനെ ബാബേൽ സംസ്ഥാനത്തിന് അധിപതിയും ബാബേലിലെ വിദ്വാൻമാർക്ക് പ്രധാന വിചാരകനും ആയി നിയമിച്ചു. ദാനിയേൽ രാജാവിൻ്റെ കൊട്ടാരത്തിൽ പാർത്തു. അനന്തരം രാജാവിൻ്റെ മറ്റൊരു സ്വപ്നവും ദാനിയേൽ വ്യാഖ്യാനിച്ചു. അല്പകാലത്തേക്ക് നെബൂഖദ്നേസറിന് സിംഹാസനം നഷ്ടപ്പെടുകയും രാജാവ് കാളയെപ്പോലെ പുല്ല് തിന്നുകയും ചെയ്യുമെന്നും ആ കാലത്തിന് ശേഷം നെബൂഖദ്നേസറിന് രാജ്യത്വം ഉറയ്ക്കുമെന്നുമായിരുന്നു സ്വപ്നത്തിൻ്റെ അർത്ഥം. നെബൂഖദ്നേസറിൻ്റെ അനന്തരഗാമികളുടെ കാലത്ത് ദാനിയേലിന് ഇത്രയും ഉന്നതമായ സ്ഥാനം ഉണ്ടായിരുന്നതായി കാണുന്നില്ല. ദാനിയേൽ ശൂശൻ രാജസന്നിധിയിൽ വസിക്കുകയായിരുന്നു. ബെൽഷസ്സർ രാജാവിൻ്റെ 1-ാം വർഷത്തിലും പിന്നീട് 3-ാം വർഷത്തിലും ദാനിയേൽ ദർശനങ്ങൾ കണ്ടു. ഭാവികാല സംഭവങ്ങളും ലോകരാഷ്ട്രങ്ങളുടെ അന്ത്യവിധിയും അവയ്ക്ക് ദൈവരാജ്യത്തോടുള്ള ബന്ധവും ദാനിയേലിന് വെളിപ്പെട്ടു. ബെൽഷസ്സർ രാജാവ് ഒരു വലിയ വിരുന്ന് നടത്തി. ആ സമയത്ത് ഒരു കൈപ്പത്തി വന്ന് ഭിത്തിയിൽ എഴുതി. ആ എഴുത്ത് വായിക്കുന്നതിനോ അർത്ഥം പറയുന്നതിനോ വിദ്വാൻമാർക്ക് കഴിഞ്ഞില്ല. ദാനിയേലിനെ വരുത്തുകയും അദ്ദേഹം എഴുത്തിൻ്റെ അർത്ഥം രാജാവിനെ ബോധിപ്പിക്കുകയും ചെയ്തു. ദ്രൗമവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിപ്പിച്ച് രാജാവ് ദാനിയേലിനെ രാജ്യത്തിൽ 3-ാമനാക്കി. ആ രാത്രിയിൽ തന്നെ ബെൽഷസ്സർ കൊല്ലപ്പെടുകയും ദാര്യാവേശ് രാജാവാകുകയും ചെയ്തു. വിസ്തൃതമായ രാജ്യം ഭരിക്കേണ്ടതിന് 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും ദാര്യാവേശ് നിയമിച്ചു. 3 അധ്യക്ഷന്മാരിൽ ഒരാളായിരുന്നു ദാനിയേൽ. ദാനിയേലിൻ്റെ ഉന്നത പദവിയും കർശനമായ നീതിനിഷ്ഠവും സഹപ്രവർത്തകരിൽ അസൂയ ഉളവാക്കി. അവർ ദാനിയേലിനെതിരെ ഗൂഢാലോചന നടത്തി. 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ ആരോടും പ്രാർത്ഥിക്കരുതെന്നും അനുസരിക്കാത്തവനെ സിംഹക്കുഴിയിൽ ഇട്ട് കളയണമെന്നും ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നതിന് അവർ രാജാവിനെ പ്രേരിപ്പിച്ചു. ദാര്യാവേശ് രാജാവ് രേഖയും വിരോധ കൽപ്പനയും എഴുതിച്ചു. ഇതറിഞ്ഞ ദാനിയേൽ വീട്ടിൽ ചെന്ന് മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. ശത്രുക്കൾ ഈ വിവരം രാജാവിനെ അറിയിച്ചു. രാജാവ് ദാനിയേലിനെ സിംഹഗുഹയിൽ ഇട്ടു. ദുഃഖിതനായ രാജാവ് ഉപവസിച്ച് രാത്രി കഴിച്ചുകൂട്ടി. ദൈവം തൻ്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ് അടച്ചു കളഞ്ഞു. രാജാവ് രാവിലെ ഗുഹയ്ക്കടുത്ത് ചെന്നു. ദാനിയേലിനെ സിംഹഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. അനന്തരം ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ സിംഹഗുഹയിലിട്ടു. കോരേശിൻ്റെ കാലത്തും ദാനിയേൽ ശുഭമായിരുന്നു. കോരേശിൻ്റെ 3-ാം വർഷത്തിൽ ദാനിയേലിന് പിന്നെയും ദർശനങ്ങൾ ലഭിച്ചു.
ഇസ്രായേൽ ജാതിയുടെ കഷ്ടതയും അവർക്ക് പിന്നീടുണ്ടാകുന്ന മഹത്വവും യേശുക്രിസ്തുവിലൂടെയുള്ള അവരുടെ യഥാർത്ഥ വീണ്ടെടുപ്പും ദാനിയേൽ ദർശിച്ചു. നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും എന്നിങ്ങനെ ആശ്വാസ വാഗ്ദാനം ദാനിയേലിന് ലഭിച്ചു. ദാനിയേൽ നീതിമാനും ജ്ഞാനിയുമായിരുന്നു എന്ന് യെഹെസ്കേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. യെഹെസ്കേൽ ഇതെഴുതുമ്പോൾ ദാനിയേൽ യുവാവായിരുന്നു. അതിനാൽ ഈ ദാനിയേലിനെ അല്ല മറ്റേതെങ്കിലും പ്രവാചകനെയോ പുരാണത്തിലെ ദാനിയേലിനെയാണ് യെഹെസ്കേൽ വിശേഷിപ്പിക്കുന്നതെന്ന് ചിലർ കരുതുന്നു. എന്നാൽ അത് ശരിയായിരിക്കാൻ ഇടയില്ല. കുട്ടിക്കാലം മുതൽക്കേ വിശുദ്ധിയും വിജ്ഞാനത്തിലും ദാനിയേൽ ഉന്നതനായിരുന്നു എന്നത് മറക്കാനാകില്ല. യെഹെസ്കേലിൻ്റെ പ്രവചനകാലത്ത് ദാനിയേലിന് 30 വയസ്സെങ്കിലും പ്രായം ഉണ്ടായിരുന്നിരിക്കണം.